കേരള കലാമണ്ഡലത്തിലെ അധ്യാപകരടക്കമുള്ള താൽക്കാലിക ജീവനക്കാരുടെ കൂട്ട പിരിച്ചുവിടൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി റദ്ദ് ചെയ്തു. രജിസ്ട്രാറുടെ ഉത്തരവ് റദ്ദാക്കാൻ നിർദ്ദേശം കൊടുത്തു. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. സൂരജ്, എന്തായാലും നല്ലൊരു തീരുമാനമാണ് സാംസ്കാരിക വകുപ്പ് കൈക്കൊണ്ടത്. അല്ലെങ്കിൽ അത് വലിയൊരു നാണക്കേടായി പോയിന് നമ്മുടെ സാംസ്കാരിക വകുപ്പിന്. പറയൂ. തീർച്ചയായും സാംസ്കാരിക വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഇടപെടലിനെ എല്ലാ അർത്ഥത്തിലും നമ്മൾ സ്വാഗതം ചെയ്യേണ്ടതാണ്. കാരണം സംസ്ഥാനത്തിന് തന്നെ അഭിമാനമായ ഒരു സ്ഥാപനമാണ് കേരള കലാമണ്ഡലം. അവിടെ ഈ കൂട്ടപ്പിരിച്ചുവിടലിലൂടെ ആ സ്ഥാപനത്തിലൂടെ നമ്മൾ എന്താണോ ലക്ഷ്യം വയ്ക്കുന്നത് ആ ഉദ്ദേശം പോലും അട്ടിമറിക്കുന്ന ഒരു നടപടിയാണ് ഈ കൂട്ടപ്പിരിച്ചുവിടലിലൂടെ ഉണ്ടായത്. അതിനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പരിഹാരം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും നിർണായകമായത് ഈ മുൻ മന്ത്രിയും അതുപോലെ തന്നെ നിലവിൽ ആലത്തൂർ എംപിയുമായിട്ടുള്ള കെ രാധാകൃഷ്ണനും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും തമ്മിൽ നടത്തിയ ചർച്ചയാണ്. ഏറെ നേരം ഇരുവരും തമ്മിൽ ഇന്ന് വൈകുന്നേരത്തോടു കൂടി ചർച്ചകളുണ്ടായിരുന്നു. ഈ ചർച്ചകളുടെ പര്യവസാനം എന്ന നിലയ്ക്കാണ് ഈ ഉത്തരവ് റദ്ദാക്കാനുള്ള നടപടിയിലേക്ക് സാംസ്കാരിക വകുപ്പ് മന്ത്രി എത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നൽകി എന്നുള്ളതാണ് നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ 125 ഈ അധ്യാപകരെയും അതുപോലെ തന്നെ 125 അധ്യാപക അനധ്യാപകരെയാണ് പിരിച്ചുവിട്ടത്. അവരുടെ ഈ നടപടിയാണ് റദ്ദ് ചെയ്തിരിക്കുന്നത്. അതിൽ 68 അധ്യാപകരായിരുന്നു ഉൾപ്പെട്ടിരുന്നത്. ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ചെല്ലാം തന്നെ വലിയ ആശങ്കയായിരുന്നു ഈ കൂട്ടപ്പിരിച്ചുവിടലിന് പിന്നാലെ നിലനിന്നിരുന്നത്. കാരണം ഈ 68 അധ്യാപകരെ പിരിച്ചുവിടുന്നതോടുകൂടി തന്നെ ഇവരുടെ പഠനമടക്കം മുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ പഠനമടക്കം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു. അങ്ങനെ വിദ്യാർത്ഥികളും ഈ പിരിച്ചുവിട്ടപ്പെട്ട ജീവനക്കാരുമടക്കം വലിയ പ്രതിഷേധവുമായി നാളെ രംഗത്ത് എത്താനിരിക്കുകയാണ്. രാധാകൃഷ്ണൻ എംപിയുടെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്. സജി ചെറിയാനുമായി ഈ വിഷയത്തിൽ കൃത്യമായ ചർച്ചകൾ നടക്കുന്നു. സാംസ്കാരിക വകുപ്പ് മന്ത്രി അടിയന്തരമായി ഇടപെടുന്നു. ഈ ഉത്തരവ് തന്നെ, അതായത് രജിസ്ട്രാറാണ് ഈ ഉത്തരവ് ഇറക്കിയത്, ആ ഉത്തരവ് റദ്ദ് ചെയ്യുന്ന നടപടിയിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. കേരള കലാമണ്ഡലത്തിലെ കൂട്ടപ്പിരിച്ചുവിടൽ എന്ന രജിസ്ട്രാറുടെ തീരുമാനം സംസ്ഥാന സർക്കാർ റദ്ദ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ വരുന്നൊരു വാർത്ത, ശക്തമായ മഴയെ തുടർന്ന് പത്തനംതിട്ട ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ അവധി പ്രഖ്യാപിച്ചു. ഇപ്പോൾ അവധി ഉള്ളത് വയനാട് ജില്ല, പത്തനംതിട്ട ജില്ല, കോട്ടയത്തെ 2 താലൂക്കുകൾ കാഞ്ഞിരപ്പള്ളി, മീനച്ചലും, അങ്ങനെ 4 സ്ഥലത്ത് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒന്നുകൂടി ഞാൻ പറയാം. വയനാട് ജില്ലയ്ക്ക് അവധിയാണ്, പത്തനംതിട്ട ജില്ലയ്ക്ക് അവധിയാണ്, കോട്ടയത്തെ കാഞ്ഞിരപ്പള്ളി, മീനച്ചൽ താലൂക്കുകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ട്.